നിങ്ങൾക്ക് മണം കിട്ടാത്ത പ്രശ്നമുണ്ടോ? അലർജിയുടെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് മണം കിട്ടുന്നില്ല എന്നുള്ളത്. നമുക്ക് മണം കിട്ടിയില്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണല്ലേ, ആസ്വദിച്ചൊരു ഭക്ഷണം പോലും കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, തുമ്മൽ, കഫം വരിക ഇതുപോലുള്ള പ്രശ്നങ്ങളോടൊപ്പം നിങ്ങൾക്ക് മണം കിട്ടാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അലർജിയുടെ പിന്നിൽ മറ്റെന്തോ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. സാധാരണയായിട്ട് ഈ ഒരു പ്രശ്നം കോസ് ചെയ്യുന്നത് വളഞ്ഞിരിക്കുന്ന മൂക്കിൻ്റെ പാലം, അതായത് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, മൂക്കിലെ ദശ, നേസൽ പോളിപ്പ്, മൂക്കിന് പിന്നിൽ കാണുന്ന അഡിനോയിഡിൻ്റെ വീക്കം, അതായത് അഡിനോയിഡ് ഹൈപ്പർട്രോഫി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പൊതുവായിട്ട് ഈ ഒരു പ്രശ്നം കോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ അലർജിയുടെ ലക്ഷണം കൂടാതെ ഇങ്ങനൊരു പ്രശ്നം, അതായത് സ്മെല്ല് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഡോക്ടർക്ക് അത് പരിശോധിച്ച് ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് വളരെ നിസ്സാരമായി കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, നിസ്സാരമായി ചികിത്സിക്കാനും കഴിയും. അപ്പോൾ കാരണം വ്യക്തമായി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അണ്ടർലൈൻ കോസ് കൂടി ട്രീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അലർജി മാറിയാലും ഈ മണം കിട്ടാത്ത പ്രശ്നം മാറുകയുള്ളൂ. സോ കോസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക.